നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമി. മാതൃഭൂമിയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത്തവണ നാട്ടാന പൊലിഞ്ഞു 3 ജീവൻ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ വിരണ്ടുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു, 31 പേർക്ക് പരിക്കേറ്റു. തൊട്ടടുത്ത വൻ ശബ്ദത്തോടെ പടക്കം പൊട്ടിയതോടെയാണ് ആനകൾ വിരണ്ടത്. കുറുവങ്ങാട് വട്ടാങ്കണ്ടി താഴെ ലീല, താഴത്തേടത്ത് അമ്മുക്കുട്ടിയമ്മ, വടക്കയിൽ രാജൻ എന്നിവരാണ് മരിച്ചത്. വിരണ്ട ആനകൾ തകർത്ത കെട്ടിടത്തിനടിയിൽപ്പെട്ടാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്തയിൽ ആനകൾ വിരണ്ട് ഓടുന്ന ചിത്രം ഇടതുഭാഗത്തായി നൽകുന്നുണ്ട്. ഒപ്പം മരണപ്പെട്ടു പോയ ലീലയുടെയും രാജൻ്റെയും അമ്മുക്കുട്ടിയമ്മയുടെയും ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു താഴെയായി എവിടെ ശിക്ഷ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. അതായത് റാഗിംഗ് നിരോധന നിയമം ശക്തം എന്ന മറ്റൊരു ചെറു തലക്കെട്ടോടുകൂടി അതിൻ്റെ ഇടതുഭാഗത്ത് ഒരു കാർട്ടൂണോടുകൂടി നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി കേരളത്തിൽ തടവിന് വിധിച്ചത് ഒറ്റ കേസിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതായത് കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയാകുന്നു എന്ന പരാതി വ്യാപകമാണെങ്കിലും സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമപ്രകാരം പ്രതികളായ വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചത് ഒരു തവണ മാത്രം. കോട്ടയം സ്കൂൾ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ 1-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയെ റാഗിങ്ങിൻ്റെ പേരിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ 3 സീനിയർ വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചതാണ് ഏക സംഭവം. 2005 നടന്ന ഈ കേസിൽ 2 സീനിയർ വിദ്യാർത്ഥികൾക്ക് 10 വർഷം കഠിന തടവും 1 വിദ്യാർത്ഥിക്ക് 3 വർഷം തടവുമായിരുന്നു കോടതി ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പുറമെയായിരുന്നു റാഗിംഗ് നിരോധന നിയമം ഈ കേസിൽ കണക്കിലെടുത്തത്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായി മാതൃഭൂമി നൽകിയിട്ടുള്ള വാർത്തയാണ്. അതിന് വലതു ഭാഗത്തായി വിവാഹം അസാധുവാക്കിയാലും ജീവനാംശത്തിന് അർഹത എന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അതായത് വിവാഹം അസാധുവായി പ്രഖ്യാപിച്ചാലും 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം സ്ഥിരം ജീവനാംശമോ ഇടക്കാല ജീവനാംശമോ നൽകാമെന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ വ്യക്തത തേടി 2-അംഗ ബെഞ്ച് കഴിഞ്ഞ വർഷം നൽകിയ റഫറൻസിലാണ് ജസ്റ്റിസ് AS ഓഗ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിൻ്റെ മറുപടി. അതിന് വലതുഭാഗത്തായി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എന്ന പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട് മാതൃഭൂമി. അതായത് വംശീയ കലാപം പുകയുന്ന മണിപ്പൂരിൽ 5 ദിവസത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. നിയമസഭയെ താത്കാലികമായി സസ്പെൻഡ് ചെയ്തു. മണിപ്പൂരിൻ്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ദേവിയും ഗവർണർ അജയ്കുമാർ ബെല്ലയെ കണ്ട നിലവിലെ സ്ഥിതി വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനമിറക്കിയത്. അതിൻ്റെ താഴെയായ ഒരു പരസ്യമാണ് ഇടതു ഭാഗത്തായി പെൻഷൻ വർധന കുടിശ്ശിക ഈ മാസം എന്നുള്ള വാർത്തയാണ്. അതായത് വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചതിൻ്റെ അവസാന ഗഡു കുടിശ്ശിക ഈ മാസം തന്നെ വിതരണം ചെയ്യാൻ ധനവകുപ്പ് ഉത്തരവായി. പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചപ്പോൾ കുടിശ്ശികയായ തുക 4 ഗഡുക്കളായി നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം നീണ്ടുപോയി. ഇതുവരെ 3 ഗഡുക്കളെ നൽകാനായിട്ടുള്ളൂ. 4ാമത്തെ ഗഡുവായ 600 കോടി രൂപ ഉടൻ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു താഴെയായി 2 ദിവസത്തെ സന്ദർശനത്തിനായി US-ലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൗസിൽ സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെ മക്കളുമായി സംസാരിക്കുന്ന ചിത്രമുണ്ട്. അതിൻ്റെ ഇടതുഭാഗത്തായാണ് മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പര. രാഹുൽ രാജ് കോമ്രേഡ് റാഗിംഗ് കേസിലെ പ്രതികളിൽ ഒരാൾ KGSNA സംസ്ഥാന നേതാവ്. വൃത്തമായ സാഹചര്യത്തിൽ മൂർച്ചയുള്ള ബ്ലേഡും കൂർത്ത കോമ്പസും ഭാരിച്ച ഡംബൽസും. ഇങ്ങനെയാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാതൃഭൂമിയിൽ നിന്ന് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ജനാധിപത്യ ഹത്യ, ബിരേൻ സിംഗിന് പകരക്കാരനെ കണ്ടെത്താനാകാതെ BJP, മണിപ്പൂരിനെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട് കേന്ദ്രം എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന വാർത്ത. അതിന് വലിയ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. അതിൽ ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദി എന്തോ എഴുതുന്ന തരത്തിലേക്കുള്ളൊരു കാർട്ടൂണാണുള്ളത്. അതിന് വലതുഭാഗത്തായി കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ വെടിക്കെട്ടിനിടെ ഇടഞ്ഞ ആന മുന്നിൽ നിന്ന് ആനയെ കുത്തുന്ന ദൃശ്യത്തോടുകൂടി കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകളിടഞ്ഞ് 3 മരണത്തിൻ്റെ വാർത്ത പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ വലതുഭാഗത്തായി നൽകുന്നുണ്ട്. അതിന് താഴെ മറുപടി പൊള്ളി ഒളിച്ചോടി എന്നുള്ള തലക്കെട്ടോടുകൂടി വാർത്തയുണ്ട്. അതായത് പാതിവില തട്ടിപ്പിലെ ചർച്ച ഒഴിവാക്കാൻ സ്പീക്കറെ ഭീഷണിപ്പെടുത്തിയും നിലവിട്ട് പെരുമാറിയും
സഭാ നടപടികളിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് സഭാ നടപടി അലങ്കോലമാക്കിയത്. പാതിവില തട്ടിപ്പ് സംബന്ധിച്ച സബ്മിഷൻ മുഖ്യമന്ത്രി മറുപടി പറയും മുമ്പാണ് പ്രതിഷേധം. തട്ടിപ്പിലെ കോൺഗ്രസ് ബന്ധം പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ മറുപടി പൊള്ളിക്കുമെന്ന തിരിച്ചറിവിലായിരുന്നു ഇത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്പിറ്റൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത ഇടതുഭാഗത്ത് ഒരു കാർട്ടൂണോട് കൂടി നൽകിയിട്ടുണ്ട്. ഹോസ്റ്റൽ പീഡനം പുറത്തു വന്നത് കണ്ണില്ലാത്ത ക്രൂരത, അരുത്, മരവിച്ചു മനസാക്ഷി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അതിന് വലതുഭാഗത്തായി 1 മണിക്കൂറോളം നാടിനെ ഭീതിയിലാഴ്ത്തി 2 ആനകൾ, ആനയിടഞ്ഞു 3 പേർ മരിച്ചു എന്ന തലക്കെട്ടോടുകൂടി കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ. ADM-നെ വിടാതെ ഉദ്യോഗസ്ഥരുടെ ഉപരോധ സമരം. അതായത് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സ്ഥലത്തെത്തേണ്ട അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉദ്യോഗസ്ഥരുടെ ഉപരോധ സമരത്തിൽ കുടുങ്ങി എന്ന വാർത്ത കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ടു താഴെയായി നിയമസഭ മരവിപ്പിച്ചു വിജ്ഞാപനം, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മലയാള മനോരമ ആദ്യ പേജിൽ. നടുഭാഗത്തായി റൺ അലേർട്ട് എന്ന തലക്കെട്ടോടുകൂടി വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ 3ാം സീസൺ ഇന്നു മുതൽ. ഉദ്ഘാടന മത്സരം ഇന്ന് രാത്രി 7:30 മുതൽ ബംഗളൂരു ഗുജറാത്ത് തമ്മിലാണ് മത്സരം. ലീഗിൽ 5 ടീമുകൾ, 4 വേദികൾ, ആകെ 22 മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് 3 താരങ്ങൾ, 3 പേരും വയനാട്ടിൽ നിന്ന്. മിന്നുമണി, സജന സജീവൻ, VJ ജോഷിത എന്നിവരാണ് മത്സരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കായിക പേജിലാണ്. തൊട്ടു താഴെയായി ഡോക്ടർ മാധവ് ഭട്ടതിരി അന്തരിച്ചു. പ്രശസ്ത മെഡിക്കൽ ബയോ കെമിസ്ട്രിക് ശാസ്ത്രജ്ഞൻ, നൊബേൽ സമ്മാൻ ജൂറി അംഗമായിരുന്ന മലയാളി അടക്കമുള്ള നിരവധി പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മരണപ്പെട്ടു. ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ സിനിമയിൽ വൻമരങ്ങളുടെ യുദ്ധം. മലയാള സിനിമയിലെ പ്രതിസന്ധിയെപ്പറ്റി നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവനയെ മറ്റൊരു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തള്ളി. സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മറുപടി നൽകുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിൽ ആന്റണി വ്യക്തമാക്കി. US സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൗസിൽ സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയ ചിത്രം താഴെ വലതുഭാഗത്തായി നൽകുന്നു. കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സ്വകാര്യ സർവകലാശാല കാര്യത്തിൽ EP ജയരാജൻ ഭൂമി പരന്നതാണെന്ന് പണ്ട് പഠിച്ചു, ഉരുണ്ടതാണെന്ന് ഇപ്പോൾ പഠിക്കുന്നു. ഉരുണ്ട ഭൂമി പക്ഷേ ഉരുണ്ട് കളിക്കുന്നില്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ US-ൽ മോദിക്ക് ഊഷ്മള സ്വീകരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ജന്മഭൂമി നിരോധിത ഭീകര സംഘടനകൾക്ക് പുതിയ രൂപത്തിൽ. പ്രഖ്യാപന സമ്മേളനം 16-ന് കോഴിക്കോട്. നിരോധിത ഭീകര സംഘടനകൾ പുതിയ രൂപത്തിൽ എന്ന തലക്കെട്ടോടുകൂടി നിരോധിത ഭീകര സംഘടനകൾ പുതിയ പേരുകളിൽ രംഗത്ത് വരുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ പേരിലാണ് പുതിയ രംഗപ്രവേശനം. നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന സംഘടനയുടെ തലപ്പത്ത് നിരോധിത സംഘടനയായ NCHRO സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള വാർത്ത. അതിന് കൂടുതൽ വാർത്തകൾ ഉൾപേജിനായി നൽകുന്നുണ്ട്. ആനകൾ വിരണ്ടു, തിക്കിലും തിരക്കിലും 3 മരണമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ഇടതുഭാഗത്ത്. വലതുഭാഗത്തായി രാജ്യസഭ അംഗീകരിച്ചു വഖഫ് റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷം ബഹളമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. അതിന് താഴെയായി പുതിയ ആദായ നികുതി ബില്ലിൽ ലോക്സഭയിലെത്തിയ വാർത്തയ്ക്ക് ഇടമുണ്ട്. അതിന് വലതുഭാഗത്തായി പ്രതികൾ ഇടത് സംഘടനക്കാർ, റാഗിംഗ് ഭീകരതയുടെ ദൃശ്യങ്ങൾ പുറത്ത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമെന്ന ചെറിയ വാർത്തയായി ഇടതുഭാഗത്ത് നൽകിയിട്ടുണ്ട്. വന്യജീവി ശല്യം ഫണ്ട് വെട്ടിക്കുറച്ചത് തിരിച്ചടിയായെന്ന വാർത്തയ്ക്ക് പ്രാധാന്യം. TP വധം പ്രതികൾക്ക് വാരിക്കോരി പരോൾ, 3 പേർക്ക് 1000 ദിവസത്തിലേറെ പരോൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട് ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ. ദീപികയിലേക്ക് വരുമ്പോൾ ഉത്സവത്തിനിടെ ആനയടഞ്ഞു 3 പേർക്ക് ദാരുണാന്ത്യം എന്ന തലക്കെട്ടോടുകൂടി കൊയിലാണ്ടിയിൽ ആനയടഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദീപിക. അതിന് തൊട്ടുതാഴെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എന്ന തലക്കെട്ടോടുകൂടി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയ വാർത്ത ദീപികയിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്പിറ്റലിലെ ക്രൂരതയുടെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ആദ്യ പേജിൽ തന്നെ. പ്രത്യേക കോളമായി ചങ്ങനാശ്ശേരിയിൽ നാളെ കർഷക രക്ഷാ ലോക് മാർച്ച്. അതായത് നീതി നിഷേധങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ. രാജു നായർ തയ്യാറാക്കിയ മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സർക്കാർ നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ അതിക്രൂര റാഗിംഗ്. അവനൊക്കെ പഠിച്ചു പാസ്സായി വന്നാൽ കയ്യിൽ കിട്ടുന്ന രോഗികളുടെ അവസ്ഥ എന്താകുമെന്നുള്ളതാണ് കാർട്ടൂണിന്റെ തലക്കെട്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ക്ഷേത്ര ഉത്സവത്തിനിടെ 2 ആനകൾ വിരണ്ടോടി തിരക്കിൽപ്പെട്ട് 3 പേർ മരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു മാധ്യമം ആദ്യ പേജിൽ. ഇടതുഭാഗത്തായി വഖഫ് JPC അവതരണം പാളി എന്നുള്ള വാർത്ത വലതുഭാഗത്തായി നൽകുന്നു. റിപ്പോർട്ട് തിരുത്താൻ കോറിചണ്ടം. ലോക്സഭയിലും രാജ്യസഭയിലും വ്യത്യസ്ത റിപ്പോർട്ടുകൾ എന്നുള്ളതാണ് മാധ്യമം നൽകുന്ന വാർത്ത. അതിന് തൊട്ടുതാഴെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ആ മാധ്യമത്തിൻ്റെ ആദ്യ പേജിൽ ചിരിച്ചുമടക്കമെന്ന തലക്കെട്ടോടുകൂടി 46 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന ഉമാ തോമസ് MLA കാറിലിരുന്ന് യാത്ര പറയുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്.
ഉൾപേജിലാണ് കൂടുതൽ വിശദമായ വാർത്തകൾ. അതിൽ ആദ്യ പേജിൽ ചിത്രം മാത്രമേ നൽകിയിട്ടുള്ളൂ. കോട്ടയം റാഗിംഗ് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. പ്രത്യേക കോളത്തിൽ ആദ്യ പേജിൽ ഇടതുഭാഗത്തായി മനുഷ്യ വന്യജീവി സംഘർഷം, വനാതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ആദ്യ പേജിൽ തന്നെ ബന്ദികളെ മോചിപ്പിക്കും ഹമാസ് എന്ന വാർത്തയ്ക്ക് ഇടമുണ്ട്. ആദ്യ പേജിൽ താഴെയായ ഒരു ചെറുകോളത്തിൽ നിർമ്മിതബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഭൂമി പരന്നതല്ല എന്ന് മനസ്സിലാക്കിയ പോലെ സ്വകാര്യ സർവകലാശാലയെ പറ്റിയുള്ള അഭിപ്രായവും മാറി ഇ പി ജയരാജൻ. ചുരുക്കത്തിൽ ഞങ്ങൾ ഉരുണ്ട് കളിക്കുന്ന കാര്യം ഭൂമിയിലാകെ പരന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഉത്സവത്തിനിടെ ആനകളിടഞ്ഞ 3 പേർക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. കേരള കൗമുദി ആദ്യ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് തന്നെ. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് TP കേസ് പ്രതികൾക്ക് 1000 നാൾ പരോൾ സുഖവാസം എന്നുള്ള വാർത്തയാണ്. അതായത് പ്രതി രാമചന്ദ്രൻ, അണ്ണൻ സജിത്ത്, ട്രൗസർ മനോജ്, രജീഷ്, ഷിനോജ്, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, അനൂപ് എന്നുള്ളവർക്ക് പരോൾ, പ്രതികൾക്ക് നൽകിയ പരോൾ ദിവസങ്ങളുടെ കണക്കുകളടക്കം നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തളയ്ക്കൂ ഈ ക്രിമിനലുകളെ, കേരളത്തിൽ പൈശാചിക കൃത്യങ്ങൾ പെരുകുന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് 14-കാരിയെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചു. ഭർത്താവിൻ്റെ മൃഗീയ മർദ്ദനമേറ്റ് ആശുപത്രിയിലായ വീട്ടമ്മ ആന്തരിക സ്രാവത്താൽ മരിച്ചു. നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ കുട്ടികളെ ദേഹമാകെ വരഞ്ഞ് മുറിവേൽപ്പിച്ച് ലോഷൻ തളിച്ചു. പത്തനംതിട്ടയിലും ചേർത്തലയും കോട്ടയത്തും നടന്ന വ്യത്യസ്ത വിഷയങ്ങൾ ഒറ്റക്കോളത്തിൽ നൽകിയിരിക്കുകയാണ് കേരള കൗമുദിയാണ്. തൊട്ടു താഴെയായ പാർലമെന്റിൽ ബഹളം, നിയമസഭയിൽ പോർവിളി, വഖഫ് ഭേദഗതി പ്രതിഷേധത്തിൽ മുങ്ങി രാജ്യസഭയും ലോക്സഭയും, സ്പീക്കർ സതീശൻ വാക്പോര്, നിയമസഭ നേരത്തെ പിരിഞ്ഞു എന്ന വാർത്തകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദി ആദ്യ പേജിൽ ഏറ്റവും താഴെയായി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.